സിഹി, അത് ദിവ്യ ഗണപതിയല്ല, വിദ്യാ ഗണപതിയാ. താങ്ക് യു വിദ്യാ ഗണപതിക്ക് വിദ്യാ ഗണപതിക്ക് വിദ്യാ ഗണപതിക്ക് വിദ്യാ ഗണപതിക്ക് വിദ്യാ ഗണപതിക്ക് വിദ്യാ ഗണപതിക്ക് വിദ്യാ ഗണപതിക്ക്. ഫസ്റ്റ് ആരുടെ വീട്ടിലേക്ക് പോവോ? എന്റെ വീട്ടിലേക്കൊന്നും വേണ്ടടാ, എന്റെ അമ്മ ചൂലെടുത്ത് ഓടിക്കും. ആദ്യം മുത്തശ്ശന്റെ വീട്ടിലേക്ക് പോവാം. വാ വന്നേ. വിദ്യാ ഗണപതിക്ക് 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 വിദ്യാ ഗണപതിക്ക്. എന്താ ആദ്യത്തെ പിരിവ് എന്റേതാണോ? ശാന്തേ, അമ്മേ, എന്തിനാ കുട്ടികൾക്ക് 100 രൂപയൊക്കെ കൊടുക്കുന്നേ? അയ്യോ പാവം, ഇതൊക്കെയല്ലേ അവർക്കൊരു സന്തോഷം. വീട് സീത, മോളെ. ആ 100 രൂപയില് ഞാനും ഉണ്ട് സിഹിമോളെ. ഈ 100 രൂപയിലെ ഗാന്ധിജി മാത്രമേ ഉള്ളൂ, നീ ഇല്ല. താ സീതമ്മ. ഒരൊറ്റൊന്ന് നിന്റെ ഗ്യാങ് കൂടെ ഉണ്ടെങ്കിൽ നീ എന്ത് ചോദിക്കും അല്ലേ? ആ 100 രൂപ കിട്ടിയത് തന്നെ വലിയ കാര്യം. ആന്റി, നിങ്ങൾക്ക് കൊറേ പ്രസാദം തരാം. പ്ലീസ് ആന്റി, പ്ലീസ് ആന്റി. അതൊന്നും വേണ്ട, ഇപ്പൊ കിട്ടിയതൊക്കെ മതി, പോവാൻ നോക്ക്. സീതമ്മ, ഫസ്റ്റ് പ്രൈസ് നമുക്ക് തന്നെ കിട്ടും. ഞാൻ തരില്ല, ഇത്രയൊക്കെ ഉള്ളൂ, പോവാൻ നോക്ക്. എടാ വാടാ, ഈ വീട്ടിൽ നിന്ന് ഇത്രയും കളക്ഷനൊക്കെ കിട്ടൂ. വേറെ വീട്ടിലേക്ക് പോവാം. വിദ്യാ ഗണപതിക്ക് വിദ്യാ ഗണപതിക്ക്. ഒക്കെ നീറ്റായിരിക്കുവാണല്ലോ. പിന്നിത് എന്ത് നോക്കാനാ ചേച്ചി പറഞ്ഞു വിട്ടത്? ഒരു കുഴപ്പമില്ലല്ലോ. ഒരു ചെറിയ പൊടി കണ്ടതിന് ജോലിക്കാര് മൊത്തം കേട്ടിട്ടുണ്ട്. ശരിക്കും ചെക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് പണിയാവും. എവിടെയാ? ഒക്കെ നീറ്റാണല്ലോ. പൊടി ഒരു കുഴപ്പമില്ല. ചേച്ചി, ചേച്ചി, റൂം മുഴുവൻ ഞാൻ ചെക്ക് ചെയ്തു, ഒരു പാട് പോലും ഇല്ല. പിൻ ടു പിൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. പിൻ ടു പിൻ പിൻ ടു പിൻ. വെരി ഗുഡ് സാധന. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഈ ജോലിക്കാരെയൊന്നും വിശ്വസിക്കാനാവില്ല. അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞത്. താങ്ക്സ് ചേച്ചി. എന്റെ വാച്ച് എവിടെ? സിതയ്യ, സിതയ്യ, ദാ വരുന്നു മോനെ. എന്താ മോനെ? എന്റെ വാച്ച് കണ്ടിരുന്നോ? ഞാൻ ഈ ടേബിളിന് മുകളിൽ വെച്ചാണല്ലോ. അതെയോ? ആ, ലാസ്റ്റ് ടൈം ആരെ റൂം ക്ലീൻ ചെയ്തേ? മേമ, മേമ,
മേമ 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 അപ്പോ എന്താ എന്തു പറ്റി? മേമ എന്റെ വാച്ച് കണ്ടായിരുന്നോ? വാച്ചോ? ഇല്ലല്ലോ. എവിടെ വെച്ചത്? ആ ടേബിളിൽ വെച്ചാ മേമ, അത് കാണുന്നില്ല. സാധന, സാധന, നീയല്ല അപ്പുന്റെ റൂം ക്ലീൻ ചെയ്തത്? അതെ, ക്ലീൻ ആണല്ലോ ചേച്ചി, ഒരു പൊടി പോലും ഇല്ല. അവിടെ ഒരു വാച്ച് കണ്ടോ? വാച്ചോ? സാധന മേമ, റൂം ക്ലീൻ ചെയ്തപ്പോ ഒരു വാച്ച് കണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഞാനൊരു വാച്ച് കണ്ടില്ല. സിതയ്യ, വാച്ച് കിട്ടിയോ? കുളിക്കാൻ കയറിയപ്പോ ഞാൻ ആ ടേബിളിന് പുറത്ത് വെച്ച വാച്ച് അത് എങ്ങനെയാ അവിടുന്ന് മിസ്സായത്? ഗീത, ശ്വേത, അപ്പുന്റെ വാച്ച് കാണാനില്ലെന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? റൂം ക്ലീൻ ചെയ്തപ്പോ ഒരു വാച്ച് അവിടെ ഇരിക്കുന്ന കണ്ടിരുന്നോ? ഇല്ല, കണ്ടില്ല. ഒന്ന് ശരിക്കും ഓർത്തു നോക്ക് പ്ലീസ്. ഇല്ല, കണ്ടില്ല. അതെങ്ങനെ ഈ വീട്ടിൽ നിന്ന് കാണാതായി എന്റെ മേമ? രാം, കൂൾ കൂൾ. എനി പ്രോബ്ലം? എന്ത് പറ്റി? എന്റെ വാച്ച് കാണുന്നില്ല ചെറിയ. വാച്ചിൽ സമയം കാണിക്കുന്നില്ലെങ്കിൽ ടെൻഷൻ ആവാം. വാച്ച് കാണുന്നില്ലെങ്കിൽ പുതിയൊരെണ്ണം വാങ്ങിച്ച പോരെ. എന്റെ അടുത്ത് ടോപ്പ് ബ്രാൻഡുള്ള 2 വാച്ചിരിപ്പുണ്ട്. എന്റെ കൂടെ വാ. ചെറിയ, ഇത് മാത്രം തമാശയല്ല. ഞാൻ തമാശ പറഞ്ഞല്ലോ റാം. എന്തിനെങ്ങനെ കുന്ത വിഴുങ്ങിയ പോലെ നിൽക്കുന്ന? പോയി അന്വേഷിക്ക. തമാശയാണെന്ന് കരുതിയവൻ. നിങ്ങൾക്ക് ബുദ്ധി എന്ന സാധനമില്ല, മനസ്സിലായോ? നാവുണ്ടെന്ന് കരുതി ചിലയ്ക്കുന്നു. മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ നോക്ക്. അപ്പു, പ്ലീസ് റിലാക്സ്. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് പറ്റുന്നില്ല. മേമയ്ക്ക് അറിയാവുന്നതല്ലേ ആ വാച്ച് എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഐ നോ അപ്പു, പക്ഷെ ഇന്നൊരു ആഘോഷമല്ലേ. ഇന്നത്തെ ദിവസം നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഒട്ടും ശരിയല്ല അപ്പു. I don't know, Mema. I just want that watch. That's it. Please. അപ്പു, നിനക്ക് ഇത്രമാത്രം വിഷമമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലട മോനെ. എനിക്ക് മടുത്തുപോയ ഈ ജീവിതത്തെ ഞാൻ വീണ്ടും ഇഷ്ടപ്പെട്ടത് ഓരോ ദിവസം തള്ളി നിൽക്കുന്നത് ആ വാച്ചുള്ളത് കൊണ്ട്. എനിക്കിപ്പോ ആകെയുള്ളത് ആ വാച്ചും അതിന്റെ ഓർമ്മകളും. ആ വാച്ച് കയ്യിലില്ലാതെ I really can't. അപ്പു, നീ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ആ കുട്ടിയെ മറക്കാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയാം. അത് പക്ഷേ ഇത്രയുണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പു, അപ്പു നോക്ക്, കരയാതിരിക്കെ. നോക്ക്, ഇങ്ങനെ കരയുന്നത് കാണാൻ എനിക്കാവില്ല മോനെ. പ്ലീസ്, വാച്ച് എവിടെയെങ്കിലും കാണും, ഞാൻ കണ്ടുപിടിച്ചു തരാം. നിന്റെ മേമയെ നിനക്ക് വിശ്വാസമല്ലേ? പ്ലീസ് അപ്പു, കരയാതിരിക്കുക. ഈ വീട്ടിൽ നീ ഇതുവരെ ഒരു സാധനവും കാണാതെ പോയിട്ടില്ല. അതിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഞാൻ നോക്കിത്തരാം. അല്ലാതെ നിന്റെ റൂമിൽ നിന്ന് നിന്റെ സാധനം കാണുന്നില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? അത് ഞാനിവിടെയുള്ളപ്പോ അത് സംഭവിക്കോ? ഒരിക്കലുമില്ല. അതിവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ ശരിക്കും ഒന്ന് നോക്കട്ടെ. അപ്പു, ഇത് നോക്ക്, ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ?
താങ്ക് യു മേമ, താങ്ക് യു സോ മച്ച്. ഓ സോറി. സാരല്ല, നീങ്ങി വാ. അശോക്, ഇന്ന് ഇനിവിനോടൊന്നും പറയാൻ നിൽക്കണ്ട. ഹീസ് ഓൾറെഡി അപ്സെറ്റ്. എങ്ങോട്ടാ പോകുന്നേ? ഇവനെ ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ നോക്കി. ഇവന്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവട്ടെ. ഒരു കാര്യം ചെയ്യേ, ഞാനൊരു ഗണേശൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും പോയി അത് ഇങ്ങോട്ട് കൊണ്ടുപോവാ കേട്ടോ. നന്നായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോ വാച്ച് കിട്ടിയില്ലേ? പിന്നെ എന്തിനാ നീ മുഖം ഇങ്ങനെ വെച്ചിരിക്കുന്നത്? എടാ അശോക, നീ വേഗം ഇവനെ ഒന്ന് പുറത്തു കൊണ്ടുപോവാൻ നോക്കി. അല്ലെങ്കിൽ ഈ സുന്ദര മുഖത്തെ ടെൻഷൻ ഇങ്ങനെ കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. വിളിച്ചോണ്ട് പോ. ശരി മേമ, താങ്ക് യു സോ മച്ച്. ബൈ. ഈ അശോക് കുറച്ചു നേരം കൂടി കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ അവനെ കുറച്ചുകൂടി ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ. പോട്ടെ. ഒരു വരയും പുലിക്കാണോ മുയലിനെ വേട്ടയാടി പിടിക്കാനാവാ? ഇതെന്താ? അരി. ഗണേശന് പ്രസാദം ഉണ്ടാക്കാൻ. ഗണേശൻ അരി കഴിക്കില്ല, ഞങ്ങൾക്ക് പൈസ വേണം. ഓ, നിങ്ങളുടെ ഗണേശൻ പൈസയാണോ തിന്നുന്ന? അരി തിന്നില്ലേ? അരി തിന്നുന്ന ഗണേശനെ തരൂ. നിങ്ങൾ പൊക്കോ. ഓ വാടാ, ഈ വീട്ടിന്ന് അരി മാത്രമേ കിട്ടൂ. വേറെ എങ്ങോട്ടെങ്കിലും പോവാം. വിദ്യാണതിക്ക് അങ്കിൾ. ഓ ചെല്ലുമോളെ, എത്ര പേർക്കാ കൊടുക്കുക? വിദ്യാണതിക്ക് 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 ഒന്ന് പോടുന്നു. വിദ്യാണതിക്ക് വിദ്യാണതിക്ക് അങ്കിൾ കളക്ഷൻ. അടിപൊളിയായിട്ടുണ്ട്. കുട്ടികളായാൽ ഇങ്ങനെ വേണം, ഭക്തി വേണമടാ. പിരിവിന് വരുന്ന നിങ്ങളെ പോലുള്ള കുട്ടികളെ വെറും കൈയോടെ വിടുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല. ആഘോഷം അടിപൊളിയാക്കണം. പ്രസാദം നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചാൽ മതി. ഗണേശന് കോപം വന്നാ നിങ്ങൾ ശരിയാക്കും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇത്രയെങ്കിലും തന്നില്ലേടാ? ആ അങ്കിളിന്റെ സംസാരം കേട്ടതിന് ഇത്രയൊന്നും കിട്ടിയാ പോരാ. ഇത്ര ഉണ്ടെങ്കിൽ ഒരു ഗണേശനെ വാങ്ങാൻ കഴിയോ? ഒരു എലിയെ പോലും കിട്ടില്ല. കുട്ടികളായതുകൊണ്ട് നമുക്ക് ആരും പൈസ തരുന്നില്ല. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഇന്ന് ബോസ് ഓഫീസിലേക്ക് വന്നില്ല. അതെനിക്കും അറിയാം. ഞാൻ തന്നെ വിളിച്ചത് ഫയലിനെ കുറിച്ച് സംസാരിക്കാനാ. പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. യെസ് മാഡം. ഞാൻ അങ്ങോട്ട് അയക്കുന്ന ഫയലുകള് ഇന്ന് തന്നെ തിരിച്ച് ഇങ്ങോട്ട് അയക്കണം. ഇന്ന് തന്നെയോ? ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കണ്ട. യെസ് മാഡം, ഞാൻ തന്നെ കൊണ്ടുവരാം മാഡം. എടോ, തന്റെ തലയിൽ തലച്ചോറാണോ അതോ കൊടുക്കുന്നത് നീയാണെങ്കിൽ ഫയല് നോക്ക് പോലുമില്ല. അപ്പോഴേ റിജക്ട് ചെയ്തോളൂ. കാണുമ്പോ വളരെ ഇന്നസെന്റും ഹോണസ്റ്റും ആയിരിക്കണം. അങ്ങനെ ആരുടെങ്കിലും കൈ കൊടുക്കണം. ശരി മാഡം. ഇവര് രണ്ടുപേരും ഓഫീസിൽ നിന്ന് തിരിച്ചെത്തും മുൻപ് ആ ഫയലിൽ എത്രയും പെട്ടെന്ന് അച്ഛന്റെ സൈൻ വാങ്ങിച്ചിരിക്കണം.
എന്തെങ്കിലും പറ. എന്തു പറയാനാ? എടാ ഹീറോ, എല്ലാ കാര്യത്തിലും ഭയങ്കര സ്ട്രോങ് ആണല്ലോ, ഇക്കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. മനസ്സിലാക്കി താ. മനസ്സിലാക്കാൻ റെഡിയല്ലാത്തവര് നിന്റെ ലൈഫിലേക്ക് വന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയിട്ടും ഇപ്പോഴും നീ അവളെ ഓർത്ത് കരയുന്നുണ്ടല്ലോ. ഇവിടെ ഞാൻ ഒരാളുണ്ട്, നിന്റെ ഫ്രണ്ട്. നിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാ ചോദിക്കുന്നത്. പറ. നീ അങ്ങനെ നോക്കലടാ. എന്റെ ഫ്രണ്ട് ഇങ്ങനെ വീക്കാവുന്ന എനിക്ക് സഹിക്കില്ല. ഞാനത്ര വീക്കൊന്നുമല്ല. വീക്കല്ലേ? പിന്നെ വീട്ടിൽ കാണിച്ചത് എന്താ? നീ എല്ലാം മറന്ന് നന്നായിന്ന് കരുതിയതാടാ. പക്ഷേ ഈ 2 സൂചിയുള്ള വാച്ച് നിന്റെ ഹൃദയത്തിൽ കുത്തി തറച്ചതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അശോക, വലിച്ചെറിഞ്ഞ് കളയടാ അത്. നീ എന്താണ് കാണിക്കുന്നേ? എന്താ എനിക്കിതൊന്നും പറയാൻ പാടില്ലേ? ഇതല്ലാതെ വേറെ എന്ത് വേണേലും നീ പറഞ്ഞോ. നാടകം കളിച്ച് ഒരു പ്രശ്നമില്ലാത്ത പോലെ നിൽക്കാൻ എനിക്ക് പറ്റില്ലടാ. എടാ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എല്ലാം സില്ലി ആയിട്ട് തോന്നും. ഒരു ദേവദാസിന്റെ ഫ്രണ്ട് ആയിട്ടിരിക്കുന്നത് എത്ര കഷ്ടമാണെന്ന് നിനക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. നീ ചേഞ്ച് ആയിക്കോളും, നിന്റെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് കരുതിയവനെ ഒരിക്കലും പൊട്ടനാക്കരുതടാ നീ. അതെന്താ? ഒന്നുമില്ലടാ, ഒറ്റത്തടി പോലെ നിൽക്കുന്നവരോട് എന്ത് പറയാനാ? എടാ, നിന്നെ പറ്റിച്ച് പോയവൾ ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. അവൾക്ക് നിന്നെ ഓർമ്മ പോലും ഇല്ല. പിന്നെ നീ എന്താണ് ഇങ്ങനെ? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ലവ് ചെയ്ത ആള് റോങ് ആയിരുന്നു, നിന്റെ ലവ് റോങ് ആയിരുന്നില്ല. നിന്റെ ഹൃദയത്തിൽ മറ്റൊരു ലവിന് സ്ഥാനമുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പ്രണയം ഉണ്ടാവുന്ന ഒരേ ഒരു തവണയാ. നമ്മുടെ അച്ഛനെ അമ്മയെ നമുക്ക് മാറ്റി പറയാൻ പറ്റുമോ? അതുപോലെ ഇനി എന്റെ ജീവിതത്തിൽ ഒരു പ്രണയം ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവില്ല. നിന്നെക്കാൾ ആ സീത എത്രയോ ഭേദമാ. ഒരു ലഞ്ച് ബോക്സ് പോലും അവൾ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് നീ എന്ന് കണ്ടതല്ലേ. എല്ലാവർക്കും ഓരോരോ ഇമോഷൻസ് ഉണ്ട്. അതുപോലെയാണ് ഈ വാച്ചും. ഐ ഹാവ് മൈ ഓൺ ഇമോഷൻസ് ഓൺ ദിസ്. സോ സീതയ്ക്ക് മാത്രമേ മനസ്സിലാവൂ, എനിക്ക് മനസ്സിലാവില്ല അല്ലേ? ഓക്കെ, ശരി. അമ്മേ പാർവതി ഗൗരി ദേവി ഭവാനി ഭവനത്തിൽ വരുവാൻ കഷ്ടത തീർക്കുവാൻ ജീവിത സൗഖ്യമേകാൻ കരുണ ചെയ്യണേ ദേവി. അമ്മേ പാർവതി ഗൗരി ദേവി ഭവാനി. കസ്തൂരി, ഗൗരി പൂജയ്ക്ക് നിന്റെ മകളും മരുമകനും വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. വരും. വൈകുന്നേരം വന്ന് എല്ലാവരും കണ്ടിട്ടേ പോകൂ. ഇന്നത്തെ ദിവസം പെൺകുട്ടികൾക്ക് ഇതിനേക്കാൾ സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ? സീത, എന്താ മോളെ, നിന്റെ വീട്ടുകാരും നിന്നെ ക്ഷണിച്ചില്ലേ? അതല്ല ചേട്ടാ, ഇവിടെ ചേട്ടനും ചേച്ചിയൊക്കെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ പോണില്ലേന്ന്. ഇല്ല, വിളിച്ചില്ല. ചേട്ടനെ ചേച്ചി എന്തിനാ വിളിക്കുന്നേ? അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. സീതയ്ക്ക് ഞങ്ങളുടെ വീടാ തറവാട്, ഞങ്ങളാ മാതാപിതാക്കള്. അല്ലേ മോളെ സീത? അച്ഛന്റെ അമ്മയുടെ മുകളിലാ നിങ്ങള്. ആ അമ്മയാ ഈ അമ്മ എനിക്ക് തന്നത്. വാ സീത, വന്നിരിക്കേ. മണവാട്ടി കാണിക്ക വെച്ചു സാവിത്രി സാവിത്രി ഭാഗ്യം തരൂ. മണവാട്ടി കാണിക്ക വെച്ചു സാവിത്രി സാവിത്രി ഭാഗ്യം തരൂ. മണവാട്ടി കാണിക്ക വെച്ചു സാവിത്രി സാവിത്രി ഭാഗ്യം തരൂ.
സീതേ, സീത. ആരാ നിങ്ങള്? ഓ, നിങ്ങളായിരുന്നോ? ഇത് സീതയുടെ ചേട്ടനാ. നിങ്ങളും നിങ്ങളുടെ ഒരു മറവിയും. വാ മോനെ, ഞങ്ങളിപ്പൊ നിന്നെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ആ സരസ്വതി ദേവി തന്നെയാ നിന്നെ പറഞ്ഞയച്ചത്. മോൻ കേറി വാ. കുഴപ്പമില്ലമ്മേ, അത് എനിക്ക് സീതയോട് കുറച്ച് സംസാരിക്കണമായിരുന്നു.